വീക്ക്ലി 2 ടൈംസ് കുടിച്ചാൽ മതി. ഈ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നമ്മളെ സ്കിന്ന് യങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ്. ജ്യൂസ് എന്ന് പറഞ്ഞ ഉടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കുടിക്കും. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ലൈഫ് ലോങ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഹെൽത്തി ഫുഡാണ് കൺസ്യൂം ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഷുഗറിന്റെ പകരം ആദ്യമായിട്ട് എടുക്കുന്നത് ശർക്കര ആണ്. ശർക്കര ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ശർക്കര പാനീയ ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര പാനിയാക്കി എടുത്താൽ മതി. ഇനി ഒരു സൈഡിൽ ഞാൻ ക്യാരറ്റ് ആണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ 1 kg ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ആദ്യം നമ്മൾ ക്യാരറ്റിന്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് വരാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഡെയിലി ഡയറ്റിൽ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് യങ് ആക്കിയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിക്ക് സപ്ലൈ ആയില്ലെങ്കിൽ നമുക്ക് ഹെൽത്ത്, ഹെയർ, സ്കിന്നിനൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. ഫസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഒന്ന് 1 ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് 1 വിസിൽ വരുന്ന വരെ വേപ്പിച്ചെടുക്കണം. ക്യാരറ്റ് കഴിച്ചാൽ കണ്ണിന് വളരെ നല്ലതാണ്. ഇതിൽ ബീറ്റാ കരോട്ടീൻ അംശമുണ്ട്, പിന്നെ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതൊന്ന് വേപ്പിച്ചിട്ട് വരാം. നമുക്ക് ഒരു സൈഡിൽ ഞാൻ അനാർ എടുത്തിട്ടുണ്ട്. ഡെയിലി ഒരു അനാർ കഴിച്ചാൽ നമ്മളെ ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യാനും പിന്നെ നമ്മളെ ബ്ലഡ് കൂട്ടാണ് ഹെൽപ്ഫുൾ ആണ്. ഡെയിലി നമ്മളെ ബോഡിയിൽ ബ്ലഡ് പ്യൂരിഫൈഡ് ആയ പോലെ തന്നെ നമ്മളെ സ്കിന്നും നന്നാവും. ഇന്ന് എടുക്കുന്നത് കസ്കസ് ആണ്. ഈ സമ്മർ സീസണിൽ ബോഡി കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കസ്കസ് എടുക്കുന്നത്. കസ്കസ് സബ്ജ സീഡ്സ് എന്ന് പറയും, ഇല്ലെങ്കിൽ വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറയും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വാട്ടർ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കും. ഒരു സൈഡിൽ നമ്മൾ ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഒരു വിസിലിൽ തന്നെ നന്നായിട്ട് വേവും. ക്യാരറ്റിൽ വെച്ചിട്ടുള്ള ഈ വാട്ടർ നമുക്ക് ജ്യൂസിലേക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ മിക്സി ജാർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേപ്പിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. യെസ്, ഇപ്പൊ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയി. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കുന്നത് 15 ഗ്ലാസ് ജ്യൂസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഞാൻ 2 ട്രിപ്പാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരറ്റ്. ഇതിലേക്ക് ഇനി 1 ലിറ്റർ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സി ജാറിൽ ബാക്കിയായിട്ടുള്ള ക്യാരറ്റ് 1 ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഇനി ഒരു സൈഡിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കസ്കസ് ഡയബറ്റീസ് പേഷ്യന്റ്ക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഡെയിലി 2 ടേബിൾ സ്പൂൺ അവർ കുടിക്കുന്നത് കൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ചൂടുകാലത്തിൽ ബോഡി ഹീറ്റ് ആവുന്നവർക്ക് ബോഡി കൂളിംഗ് എഫക്ട് തരാനും ഹെൽപ്ഫുൾ ആണ്. ഇനി ഞാനിവിടെ അനാറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ആൽമണ്ട് ഒക്കെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനീയം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ക്വാണ്ടിറ്റി ബെറ്റർ ആണ് ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി ഇട്ടത് കൊണ്ട് ക്യാരറ്റ് ജ്യൂസ് ഭയങ്കര ടേസ്റ്റ് ആണ്. കൂൾ ആവാൻ വേണ്ടി 4 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം.